നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ നഗരത്തിൽ തകർന്നു കിടക്കുന്ന താഴെപ്പാലം അപ്രോച്ച് റോഡിന്റെ ഭാഗം ഇന്റർലോക്ക് ചെയ്യുന്നതിന് 20.6 ലക്ഷം രൂപ അനുവദിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ചീഫ് എഞ്ചിനീയർമാരുടെയും മുന്നിൽ റോഡിന്റെയും പാലത്തിന്റെയും നിലവിലെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് അനുവദിച്ചത്. തിരുനാവായയിൽ നടക്കുന്ന കുംഭമേളയുടെ ഭാഗമായി നിർമ്മിക്കുന്ന താൽക്കാലിക പാല നിർമ്മാണം റവന്യൂ വകുപ്പ് തടഞ്ഞു. തിരുനാവായ വില്ലേജ് ഓഫീസർ നേരിട്ടെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകുകയായിരുന്നു. മലപ്പുറം ഡയറ്റിലെ എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ITEകളിലെ ടീച്ചർ എഡ്യൂക്കേറ്റർമാർക്ക് വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ശില്പശാല സംഘടിപ്പിച്ചു. കടലിന്റെയും കടൽ വിഭവങ്ങളുടെയും സുസ്ഥിര സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് സ്റ്റേറ്റ് ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിലെ താനൂർ മത്സ്യഭവൻ പരിധിയിൽ എളാരം ബീച്ചിൽ കടലോര നടത്തം സംഘടിപ്പിച്ചു. കുറ്റിപ്പുറം ചെല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരി ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. ബുധനാഴ്ച രാവിലെയോടെയാണ് സംഭവം. താനൂരിൽ സ്കൂട്ടറിന്റെ ഉള്ളിൽ കയറിയ മൂർഖനെ രക്ഷപ്പെടുത്തി. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് കഞ്ഞിപ്പാർച്ചയ്ക്കായി ബാക്കി വന്ന അരി വിതരണം ചെയ്തു. 1500ഓളം കുടുംബങ്ങൾക്കാണ് അരി വിതരണം ചെയ്തത്. കേരള അത്ലറ്റ് ഫിസിക് അലയൻസ് മിസ്റ്റർ ഇന്ത്യ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് താനൂർ സ്വദേശി ജുനൈദ്. ശുചിമുറിക്കരികിൽ യുവതി പ്രസവിച്ചതിനെ തുടർന്ന് നിലത്ത് വീണ കുഞ്ഞിന് പരിക്ക് പറ്റിയ സംഭവത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലെ നഴ്സുമാരെ വിളിപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കൂട്ടായി ലോക്ക് ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ പേരിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിലൂടെ ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുന്നതിൽ പ്രതിഷേധം ശക്തമായി. വെട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.